ചിന്താധാര തന്നെ മാറ്റിയ സാമ്പത്തിക ഭരണപരിഷ്കാരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ 2025 രാജ്യത്തിന് സമ്മാനിച്ചത്. വളർച്ച ത്വരിതപ്പെടുത്താൻ ധീരമായ തീരുമാനങ്ങളാണ് ഈ വർഷം സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ 2025 രാജ്യം ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കടന്ന വർഷമായി ഇന്ത്യയുടെ ചരിത്രം രേഖപ്പെടുത്തി. വ്യവസായത്തിനും തൊഴിൽ മേഖലയ്ക്കും പുതിയ ആത്മവിശ്വാസം നൽകുന്ന പരിഷ്കാരങ്ങളാണ് രാജ്യം ഈ വർഷം നടപ്പിലാക്കിയത്. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒഴിവാക്കി, നികുതി ഘടന ലളിതമാക്കി. 2025 ഇന്ത്യ 8.2% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചു. ആഗോള കണക്കുകൂട്ടലുകളെപ്പോലും അതിജീവിച്ച നേട്ടം. തൊഴിൽ മേഖലയിൽ 29 നിയമങ്ങൾ 4 ലേബർ കോഡുകളിലേക്ക് ഏകീകരിച്ചു. ന്യായമായ വേതനം, തൊഴിൽ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ, സൗഹൃദ വ്യവസായ ബന്ധങ്ങൾ, ഈ തൂണുകളിലൂന്നിയ പുതിയ സംവിധാനം ഇന്ത്യയുടെ 64 കോടിയിലധികം തൊഴിലാളികൾക്കാണ് കൂടുതൽ സ്ഥിരതയും സംരക്ഷണവും നൽകുന്നത്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും പരിഷ്കരണങ്ങൾ വഴിയൊരുക്കി. നികുതി മേഖലയിൽ GST ചരിത്രത്തിലെ ഏറ്റവും വലിയ ലളിതവൽക്കരണം കണ്ടു. 5%, 18% മാത്രമുള്ള 2 സ്ലാബുകളിലേക്ക് GST ഘടന ചുരുങ്ങി. അത് കുടുംബങ്ങൾക്കും MSMEകൾക്കും കർഷകർക്കും വലിയ ആശ്വാസമായി. ദീപാവലി, നവരാത്രി സീസണുകളിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് വിൽപ്പന ഉപഭോക്തൃ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി ഒഴിവായി. അത് ഇടത്തരക്കാർക്ക് ആത്മവിശ്വാസം നൽകിയ മറ്റൊരു ചരിത്രപരമായ തീരുമാനമായിരുന്നു. 1961 പഴയ ആദായ നികുതി മാറ്റി. 2025 പുതിയ ലളിതവും സാങ്കേതിക അധിഷ്ഠിതവുമായ ആദായ നികുതി നിയമം നിലവിൽ വന്നു. വ്യവസായ രംഗത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ആശയം പുതിയ തലത്തിലേക്ക് ഉയർന്നു. ഗുണനിലവാര നിയന്ത്രണ ഉത്തരവുകളിൽ വൻ ഇളവുകൾ നൽകി. 100 കണക്കിന് ഉൽപ്പന്നങ്ങളെ നിർബന്ധിത നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി. സ്മോൾ കമ്പനികളെന്ന നിർവചനം 100 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. MSME നിർവചനത്തിലെ ചരിത്രപരമായ മാറ്റം ചെറുകിട സ്ഥാപനങ്ങളുടെ വളർച്ച തടസ്സമില്ലാതാക്കി. നിക്ഷേപവും ടേൺ ഓവറും വർദ്ധിപ്പിച്ച് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സ്ഥാപനങ്ങൾക്ക് വളരാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇൻഷുറൻസ് മേഖലയിൽ 100% FDI അനുവദിച്ചതോടെ ഇന്ത്യ ആഗോള നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷണീയമായി. ഇന്ത്യ UK, ഇന്ത്യ ഒമാൻ, ഇന്ത്യ ന്യൂസിലാൻഡ് വ്യാപാര കരാറുകൾ സാധ്യമായി. അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ കൂടിയായതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ ആഗോള വിപണികൾ തുറന്നു. നാവിക ബ്ലൂ ഇക്കോണമി മേഖലയിൽ പഴയ നിയമങ്ങൾ മാറ്റി 5 പുതിയ മാരിടൈം നിയമങ്ങൾ പാസാക്കി. ലോജിസ്റ്റിക് ചിലവ് കുറയ്ക്കാനും തുറമുഖ ഭരണം ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ജീവൻ നൽകാനും ഇതിലൂടെ സാധിച്ചു. ജനവിശ്വാസ പരിഷ്കരണങ്ങൾ വഴി ചെറിയ സാമ്പത്തിക അബദ്ധങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അത് ഭരണകൂട വ്യവസായ ബന്ധത്തിൽ ഭയത്തിന്റെ സംസ്കാരത്തിന് അന്ത്യം കുറിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തത്തിന് വഴിയൊരുക്കുന്ന ബിൽ പാസാക്കി. ഊർജ്ജ സുരക്ഷയിൽ പുതിയ യുഗത്തിന് തുടക്കമായി. ഗ്രാമീണ മേഖലയിൽ മാറ്റം പ്രകടമായി. റോസ്ഗാർ ഗ്യാരണ്ടി പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തി. ഗ്രാമവികസനവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ ഘടന നടപ്പിലാക്കി. നിയമരംഗത്ത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം പുതിയ ഭാരതീയ ന്യായ് സംഹിത പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നു. കൊളോണിയൽ നിയമവ്യവസ്ഥയിൽ നിന്നും ഇന്ത്യയുടെ നിർണായക വിടവാങ്ങലായിരുന്നു അത്. സമഗ്രമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണവും സമ്പദ് വ്യവസ്ഥയും ഭാവിയെ മുന്നിൽ കണ്ട് പുനർനിർമ്മിച്ച വർഷമാണ് 2025. സുതാര്യതയും വളർച്ചയും ആത്മവിശ്വാസവും മുൻനിർത്തി വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന കഥയാണ് ഈ പരിഷ്കരണങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, News 18.